ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ചിക്കൻ അതിന് വേണ്ടി 2 കിലോ എടുത്തിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി 2 ഉണ്ടയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ മല്ലിയില കേട്ടോ. ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരപ്പിലോട്ട് തന്നെ വീണ്ടും നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന്, എരിവ് എങ്ങനെയാണോ വേണ്ടത്, കൂടുതലാണോ കുറവാണോ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഇടാം. ഓക്കെ, എന്നിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എന്നിട്ട് നല്ലപോലെ തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു അരപ്പ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് മസാല, അതുപോലെ തന്നെ തൈര്, കോൺഫ്ലവർ ഇത്രയും വേണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ, കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ ഉപ്പ് നോക്കണം കേട്ടോ, പാകമാണോ നോക്കാം. ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല, ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും ചിക്കനിൽ തന്നെ. ഓക്കെ, എന്നിട്ട് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും വെക്കുക. ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് മറിച്ചിടുന്ന ടൈമിൽ കണ്ടോ, നമ്മുടെ ആ മസാല എല്ലാം തന്നെ ചിക്കനിൽ തന്നെയാണ് സ്പ്രെഡായിട്ടുള്ള എണ്ണയിലോട്ട്. അപ്പോൾ ആ ചിക്കനിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോടൊന്ന് പറയണേ. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.